എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്ക്യൂനെസ്സിനെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൊമെൻറ്റ്സ് ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് എന്താണ് മൊമെൻറ്റ്സ് എന്നുള്ളത് അതിൻ്റെ ഒന്ന് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് മൊമെൻറ്റ്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ അരിത്തമാറ്റിക് ആവറേജ് ഓഫ് സർട്ടൻ പവർ ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദി ഐറ്റംസ് ഫ്രം ദിയർ അരിത്തമാറ്റിക് മീൻ. അപ്പോൾ ഇവിടെ മൊമെൻറ്റ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് നോക്കുക. ഇവിടെ അരിത്തമാറ്റിക് മീനിൽ നിന്നുള്ള ഡീവിയേഷൻ എടുത്തിട്ട് അതിൻ്റെ പവർ കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ ആവറേജ് കണക്ക് കൂട്ടുമ്പോൾ അതിനെയാണ് നമ്മുടെ മൊമെൻറ്റ്സ് എന്ന് പറയുക. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ഓഫ് ദി അരിത്തമാറ്റിക് ആവറേജ് ഓഫ് സർട്ടൻ പവർ ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദി ഐറ്റംസ് ഫ്രം ദിയർ അരിത്തമാറ്റിക് മീൻ. അതായത് ഇറ്റ് മീൻസ് വി ടേക്ക് ദ ഡാറ്റ വാല്യൂസ്. നമ്മുടെ ഒരു പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റ് നമുക്ക് തരുമ്പോൾ ആ ഡാറ്റ വാല്യൂ അതായത് എക്സ് വാല്യൂസ് നമ്മൾ എടുത്തിട്ട് ഫൈൻഡ് ദിയർ ഡീവിയേഷൻസ് ഓർ ഡിഫറൻസ് ഫ്രം സം റെഫറൻസ് പോയിൻറ്റ്. അതായത് നമ്മൾ സാധാരണ മീനിൽ നിന്ന് അരിത്തമാറ്റിക് മീനിൽ നിന്ന് ഓരോ എക്സ് വാല്യൂസിൻ്റെയും ഓരോ വാല്യൂ എത്രമാത്രം ഡിഫറൻസ് ഉണ്ട്, ഡീവിയേഷൻ ഉണ്ടെന്ന് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് റേസ് ഓഫ് ഡീവിയേഷൻസ് പവർ, ആ ഒരു ഡീവിയേഷൻസിന് അതിൻ്റെ പവർ നമ്മൾ കണക്ക് കൂട്ടും. അതായത് സ്ക്വയർ, ക്യൂബ് അല്ലെങ്കിൽ പവർ ഓഫ് 4 അങ്ങനെ ആ രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടി അതിനുശേഷം നമ്മൾ അതിനെ ആവറേജ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ മൊമെൻറ്റ്സ് നമുക്ക് 4 തരത്തിലാകാം. മൊമെൻറ്റ്സ് ഓഫ് വേരിയസ് ഓർഡർ, സാധാരണ മൊമെൻറ്റ്സ് ഓഫ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഫോർത്ത് ഓർഡർ, അങ്ങനെ 4 രീതിയിലുള്ള മൊമെൻറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മൊമെൻറ്റ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ ഏകദേശം മനസ്സിലാക്കിയിരിക്കുക. അത് മൊമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിത്തമാറ്റിക്കൽ ആവറേജ് ഓഫ് സർട്ടൻ പവർ ഓഫ് ഡീവിയേഷൻസ് ഓഫ് ദി ഐറ്റം ഫ്രം ദിയർ അരിത്തമാറ്റിക് മീൻ ആണ്. അരിത്തമാറ്റിക് മീനിൽ നിന്നുള്ള ഡീവിയേഷൻസ് എടുത്തിട്ട് അതിനെ സ്ക്വയർ ചെയ്യുകയോ അല്ലെങ്കിൽ ക്യൂബ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്യൂബ്ഡ് അല്ലേ നമ്മളതിൻ്റെ പവർ ഓഫ് 3 എടുക്കുകയോ അല്ലെങ്കിൽ പവർ ഓഫ് 4 എടുക്കുകയോ അതിനുശേഷം അതിനെ ആവറേജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ മൊമെൻറ്റ്സ് എന്ന് പറയുക. ഇനി നമുക്ക് നോക്കാം യൂസസ് ഓഫ് മൊമെൻറ്റ്സ്. മൊമെൻറ്റ്സിൻ്റെ യൂസസ് നോക്കാം. ഒന്നാമത്തത് മൊമെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സെൻട്രൽ ടെൻഡൻസി ഓഫ് എ സീരീസ്. ഒരു സീരീസിൻ്റെ സെൻട്രൽ ടെൻഡൻസിയെ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനുണ്ട്. അതായത് അരിത്തമാറ്റിക് മീൻ അത് അതിൻ്റെ ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സൂചിപ്പിക്കുന്നതാണ് അരിത്തമാറ്റിക് മീൻ അല്ലേ. അത് എത്രമാത്രമാണ് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് മൊമെൻറ്റ്സ് ആണ്. അതായത് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഓഫ് മൊമെൻറ്റ്സ് ഒക്കെ ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ അരിത്തമാറ്റിക് മീനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത് തന്നെയാണ്. രണ്ടാമത് ദേ ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ഡിസ്പേർഷൻ ഓഫ് ഐറ്റംസ് ഓഫ് എ സീരീസ്. ഒരു സീരീസിലെ ഡിസ്പേർഷൻ അതായത് അതിൻ്റെ വേരിയൻസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. നമുക്ക് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് സെക്കൻഡ് ഓർഡർ ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് ദേ ഹെൽപ്പ് ടു ഡിസ്ക്രൈബ് ദ സ്ക്യൂനെസ് ഓഫ് എ സീരീസ്. നമുക്ക് ഒരു സീരീസിൻ്റെ സ്ക്യൂനെസ് അല്ലേ, കാൾ പിയേഴ്സിൻ്റെ സ്ക്യൂനെസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മൊമെൻറ്റ്സ് വെച്ചുകൊണ്ട് നമ്മളിവിടെ സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യും. അത് തേർഡ് ഓർഡറാണ്. കൂടാതെ ദേ ഹെൽപ്പ് ടു ഡിസ്ക്രൈബ് ദ കർട്ടോസിസ് ഓഫ് എ സീരീസ്. ഒരു സീരീസിൻ്റെ കർട്ടോസിസ്, അതിൻ്റെ പീക്കഡ്നെസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. കർട്ടോസിസ് നമ്മൾ പഠിച്ചിട്ടില്ല, ഈ മൊമെൻറ്റ്സിന് ശേഷം നമ്മൾ കർട്ടോസിസ് പഠിക്കും. അപ്പോൾ അത് കർട്ടോസിസിനെ മെഷർ ചെയ്യാനും ഈ മൊമെൻറ്റ്സ് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് മൊമെൻറ്റ്സ്. മൊമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അരിത്തമാറ്റിക് മീനിൻ്റെ പ്രോപ്പർട്ടീസ്, ഹാർമോണിക് മീനിൻ്റെ പ്രോപ്പർട്ടീസ് തുടങ്ങിയ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മൊമെൻറ്റ്സിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചുകൊള്ളുക. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ ഫസ്റ്റ് സെൻട്രൽ മൊമെൻറ്റ് ഈസ് ഓൾവേസ് 0. അതായത് ഫസ്റ്റ് ഓർഡർ ഓഫ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് വിൽ ബി ഓൾവേസ് 0 എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക അത് നമുക്ക് നോക്കണം. അതിന് മുമ്പായിട്ട് ഈ ഫസ്റ്റ് ഓർഡർ ഓഫ് മൊമെൻറ്റ്സിനെ നമ്മൾ പറയുന്നത് μ1 എന്നാണ് പറയുന്നത്. ഈ ഒരു ചിഹ്നത്തിൽ നമ്മൾ എഴുതുന്നത് μ എന്നുള്ളതാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. μ1 അതായത് ഫസ്റ്റ് ഓർഡർ ഓഫ് മൊമെൻറ്റ്. μ1 വിൽ ബി 0. μ1 ഈസ് ഈക്വൽ ടു 0. അതായത് നമുക്കറിയാം നമ്മൾ അരിത്തമാറ്റിക് മീനിൽ നിന്നുള്ള ഡീവിയേഷൻസ് എടുക്കുന്നു. ആ ഡീവിയേഷൻസ് എടുത്തതിന് ശേഷം നമ്മളതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നു. ആ സം ഓഫ് ദി ഡീവിയേഷൻസ് എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും അല്ലേ. നമ്മൾ അരിത്തമാറ്റിക് മീനിൻ്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചതാണ്. മീനിൽ നിന്ന് മറ്റ് എക്സ് വാല്യൂസിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ μ1 എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും അല്ലേ. അത് ഫസ്റ്റ് ഓർഡർ ഓഫ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് 0 ആയിരിക്കും. രണ്ടാമത് സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റ് അബൌട്ട് ദ മീൻ ഇൻഡിക്കേറ്റ് ദ വേരിയൻസ്. സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റ് അതായത് സെക്കൻഡ് ഓർഡർ ഓഫ് മൊമെൻറ്റ് അത് സൂചിപ്പിക്കുന്ന വേരിയൻസിനെയാണ്. വേരിയൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വേരിയൻസ് ആണല്ലേ. വേരിയൻസിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടും. അപ്പോൾ ഇവിടെ വേരിയൻസിനെയാണ് μ2 സൂചിപ്പിക്കുന്നത്. μ2 എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഓഫ് മൊമെൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ഓർഡർ ഓഫ് മൊമെൻറ്റ് μ1, സെക്കൻഡ് ഓർഡർ ഓഫ് മൊമെൻറ്റ് μ2, തേർഡ് ഓർഡർ ഓഫ് മൊമെൻറ്റ് μ3, ഫോർത്ത് ഓർഡർ ഓഫ് മൊമെൻറ്റ് μ4 അല്ലേ. ആ രീതിയിലാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ μ2 എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർ ആണ്. സിഗ്മ സ്ക്വയർ അതായത് വേരിയൻസ് അല്ലേ. μ2 എന്ന് പറഞ്ഞാൽ വേരിയൻസ് തന്നെയാണ് അല്ലേ. അപ്പോൾ വേരിയൻസിന് നമ്മൾ എന്താ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ അല്ലേ. സിഗ്മ സ്ക്വയർ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ. അപ്പോൾ μ2 ഈസ് ഈക്വൽ ടു
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിഗ്മ എന്തായിരിക്കും? റൂട്ട് ഓഫ് മ്യൂ2 ആയിരിക്കും അല്ലേ? റൂട്ട് ഓഫ് മ്യൂ2, കാരണം റൂട്ട് ഓഫ് വേരിയൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ? അപ്പോൾ വേരിയൻസിന് തുല്യമാണ് മ്യൂ2 എന്ന് പറയുന്നത്. അതുകൊണ്ട് റൂട്ട് ഓഫ് മ്യൂ2 എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. മൂന്നാമത്തേത് തേർഡ് സെൻട്രൽ മൊമെൻറ്റ് u3. തേർഡ് സെൻട്രൽ മൊമെൻറ്റിനെ നമ്മൾ u3 എന്ന് പറയും. അതിനകത്ത് സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റ് u2 ആർ യൂസ്ഡ് ടു മെഷർ സ്ക്യൂനെസ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സ്ക്യൂനെസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് മൊമെൻറ്റുകളാണ്. ഒന്ന് മ്യൂ3യും മറ്റൊന്ന് മ്യൂ2 അല്ലേ? ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ കാൾ പിയേഴ്സൺ ഹാവ് സജസ്റ്റഡ് എ ഡിഫറൻറ്റ് മെഷർ ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ തേർഡ് ആൻഡ് സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റ്. അപ്പോൾ തേർഡ് സെക്കൻഡും ആയിട്ടുള്ള സെൻട്രൽ മൊമെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് കാൾ പിയേഴ്സൺ തന്നെ ഒരു സ്ക്യൂനെസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഇക്വേഷൻ നൽകിയിട്ടുണ്ട്. അതിതാണ് β1. ഇതിനെ β1 എന്നാണ് പറയുക. സ്ക്യൂനെസ്സിനെ നമ്മൾ ഇവിടെ β1 എന്ന് സൂചിപ്പിക്കും. β1 ഈസ് ഈക്വൽ ടു മ്യൂ3 സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ2 ക്യൂബ്ഡ് അല്ലേ? മ്യൂ2 ക്യൂബ്ഡ്. അപ്പോൾ മ്യൂ2 കണ്ടുപിടിച്ചിട്ട് അതിനെ 3 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അതാണ് മ്യൂ2 ക്യൂബ്ഡ് എന്ന് പറയുന്നത്. മ്യൂ2 ക്യൂബ് അല്ലെങ്കിൽ മ്യൂ2 പവർ ഓഫ് 3 അല്ലേ? അപ്പോൾ ഇവിടെ മ്യൂ3 സ്ക്വയർ, മ്യൂ3 കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുക. അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? മ്യൂ2 ക്യൂബ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് β1 അഥവാ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ലഭിക്കും. അപ്പോൾ β1 എന്നാണ് ഇത് പ്രൊണൗൺസ് ചെയ്യുന്നത്. β1 എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണല്ലേ? അതും പഠിച്ചു വയ്ക്കുക. ഇനി നാലാമതായിട്ട് ഫോർത്ത് ആൻഡ് സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റ്സ് ആർ യൂസ്ഡ് ടു മെഷർ കർട്ടോസിസ്. നമ്മൾ ഫോർത്ത് മൊമെൻറ്റും ഒപ്പം തന്നെ സെക്കൻഡ് സെൻട്രൽ മൊമെൻറ്റും തമ്മിൽ അത് വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് കർട്ടോസിസിനെയാണ്. കർട്ടോസിസ് അതിന് നമ്മൾ β2 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. β2. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മ്യൂ4 ഡിവൈഡഡ് ബൈ മ്യൂ2 സ്ക്വയർ ആണ്. മ്യൂ4 ഡിവൈഡ് ബൈ മ്യൂ2 സ്ക്വയർ, അതായത് മ്യൂ4ഉം മ്യൂ2 അത് രണ്ടും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ β2 അഥവാ കർട്ടോസിസ് കണ്ടുപിടിക്കുക. ഇനി എങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഈ β2 ഈസ് ഈക്വൽ ടു 3, അത് 3ക്ക് തുല്യമാണെങ്കിൽ അല്ലേ? β2 അത് 3ക്ക് തുല്യമാണെങ്കിൽ എന്ന് വെച്ചാൽ β2 നമുക്ക് കിട്ടുന്നത് 3 ആണെങ്കിൽ ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ട്രീറ്റഡ് ആസ് മെസോകർട്ടിക്. അപ്പോൾ നമുക്ക് ഈ കർട്ടോസിസ് പഠിക്കുമ്പോൾ നമുക്കറിയാം അതിനെ 3 തരംതിരിക്കുന്നുണ്ട്. മെസോകർട്ടിക് എന്നും ഒപ്പം തന്നെ ലെപ്റ്റോകർട്ടിക് എന്നും പിന്നെ പ്ലാറ്റികർട്ടിക് എന്നും അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആ കർട്ടോസിസ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ നമ്മൾ β2 കണ്ടുപിടിക്കുമ്പോൾ നമുക്കിവിടെ കർട്ടോസിസ് നമ്മൾ മൊമെൻറ്റ്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം അത് 3 ആണെങ്കിൽ ആ കർട്ടിക്കിനെ പറയുന്ന പേര് മെസോകർട്ടിക് എന്നാണ്. ഇനി β2 എന്ന് പറയുന്നത് മോർ ദാൻ 3ക്കാളും കൂടുതലാണെങ്കിൽ, അതായത് 3.5, 4, 5 അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലെപ്റ്റോകർട്ടിക് ആയിരിക്കും. ഒപ്പം തന്നെ β2 എന്ന് പറയുന്നത് അത് 3യേക്കാളും താഴെയാണെങ്കിൽ 2.5, 2 അതൊക്കെയാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? അത് പ്ലാറ്റികർട്ടിക് ആയിരിക്കും അല്ലേ? അപ്പോൾ അത് കർട്ടോസിസിനെ ബേസ് ചെയ്ത് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മൊമെൻറ്റ്സ് അബൌട്ട് ദ മീൻ, നമുക്ക് അരിത്തമാറ്റിക് മീനിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മൊമെൻറ്റ്സ്, അതായത് സെൻട്രൽ മൊമെൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ സെൻട്രൽ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ അതിൽ 4 മൊമെൻറ്റ്സ് ആണുള്ളത്. മ്യൂ1, മ്യൂ2, മ്യൂ3, മ്യൂ4 അല്ലേ? അതായത് ഫസ്റ്റ് മൊമെൻറ്റ്, സെക്കൻഡ് മൊമെൻറ്റ്, തേർഡ് മൊമെൻറ്റ്, ഫോർത്ത് മൊമെൻറ്റ് അല്ലേ? അപ്പോൾ നോക്കുക, ദ മൊമെൻറ്റ്സ് അബൌട്ട് ദ മീൻ ആർ ജനറലി റെപ്രസെൻറ്റഡ് ബൈ മ്യൂ. അപ്പോൾ നമുക്കിവിടെ മീനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മൊമെൻറ്റ്സിനെ നമ്മൾ മ്യൂ എന്നാണ് അത് പ്രൊണൗൺസ് ചെയ്യുന്നത്. These moments are calculated as the arithmetic mean of certain powers of deviations of the items taken from their actual mean. അപ്പോൾ നമുക്കിവിടെ ആക്ച്വൽ മീനിൽ നിന്ന് അതിൻ്റെ ഡീവിയേഷൻ എടുത്തിട്ട് അതിൻ്റെ പവർ, അതിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ് അല്ലെങ്കിൽ പവർ ഓഫ് 4 അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മളാണ് ഈ മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദീസ് മൊമെൻറ്റ്സ് ആർ സിംബോളിക്കലി റെപ്രസെൻറ്റഡ് ആസ് ഫോളോസ്. ഈ മൊമെൻറ്റ്സ് എങ്ങനെയാണ് അതിനെ സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഈ മൊമെൻറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പോൾ അത് തന്നെ മ്യൂ1 ഫസ്റ്റ് ഓർഡർ ഓഫ് മൊമെൻറ്റ് മ്യൂ1 ആണെങ്കിൽ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ. എക്സ് മൈനസ് എക്സ് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓരോ എക്സ് വാല്യൂവും ഡാറ്റ സെറ്റിലെ ഓരോ വാല്യൂവിനെ നമ്മൾ അതിൽ നിന്നും നമ്മൾ അരിത്തമാറ്റിക് മീൻ, ആക്ച്വൽ മീൻ നമ്മൾ കുറയ്ക്കുന്നു അല്ലേ? അതായത് ഡീവിയേഷൻ എടുക്കുന്നു. ഓരോ ഡാറ്റ സെറ്റിലെ ഓരോ വാല്യൂവും ആ സെറ്റിൻ്റെ അരിത്തമാറ്റിക് മീൻ തമ്മിൽ ഡിഫറൻസ് എടുക്കുന്നു. അതാണ് എക്സ് മൈനസ് എക്സ്. അതിന് നമ്മൾ ഡി എന്നും പറയും, ഡീവിയേഷൻ എന്നും പറയും അല്ലേ? അപ്പോൾ അതിൻ്റെ സിഗ്മ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ എല്ലാവരും ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ അല്ലെങ്കിൽ സിഗ്മ ഡി അല്ലേ, രണ്ടും ഒന്ന് തന്നെയാണ്. ഡിവൈഡഡ് ബൈ എൻ, ഇത് നമ്മുടെ ഇൻഡിവിജ്വൽ സീരീസിൽ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ്. ഇൻഡിവിജ്വൽ സീരീസിൽ നമുക്ക് ഫ്രീക്വൻസിയോടെ തരുന്ന ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും ആണെങ്കിൽ അവിടെ എന്തായിട്ട് മാറും? സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ എൻ എന്ന് വരും അല്ലേ? അവിടെ നമ്മൾ ഫ്രീക്വൻസിയോടെ വരും അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അതിനെ എഫ് ഉപയോഗിക്കുന്നത് അവിടെ. അപ്പോൾ സിഗ്മ എഫ് ഡി ഡിവൈഡ് ബൈ എൻ ഇത് ഏതൊക്കെ കേസിലാണ്? ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും അല്ലേ? അത് മ്യൂ1 കണ്ടുപിടിക്കുന്നതാണ്, അതായത് ഫസ്റ്റ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കാം. സെക്കൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ അതിന് മ്യൂ2 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് മൊമെൻറ്റിലെ ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ സ്ക്വയർ കണ്ടുപിടിക്കും അല്ലേ? ഇവിടെ നമുക്ക് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ ആണല്ലേ?
അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ സിഗ്മ ഡി സ്ക്വയർ, ഇവിടെ സിഗ്മ എഫ് ഡി സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ സ്ക്വയർ കണ്ടുപിടിക്കും. ഇവിടെ നമുക്ക് തേർഡ് മൊമെൻറ്റിലേക്ക് വരുമ്പോൾ അതിനെ ക്യൂബാണ് കണ്ടുപിടിക്കുന്നത്. ബാക്കി ഇക്വേഷൻ എല്ലാം സെയിം തന്നെയാണ്. നോക്കുക, ബാക്കി ഇക്വേഷനൊന്നും ഒരു മാറ്റമില്ല. ഇവിടെ μ3 വരുമ്പോൾ നമ്മളതിൻ്റെ ക്യൂബ് കണ്ടുപിടിക്കും അല്ലേ. ഇനി ഫോർത്ത് മൊമെൻറ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ പവർ ഓഫ് 4 ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. നമ്മൾ എക്സ് മൈനസ് എക്സ് ബാർ അതിൻ്റെ 4 അല്ലേ പവർ കണ്ടുപിടിക്കുന്നു അല്ലേ. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ പവർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇവിടെ പവറിൽ 4 അല്ലേ, പവർ ഓഫ് 4 കണ്ടുപിടിക്കുന്നു. സിഗ്മ ഡി പവർ ഓഫ് 4 അല്ലെങ്കിൽ സിഗ്മ എഫ് ഡി പവർ ഓഫ് 4 അല്ലേ. ഇത് ഫോർത്ത് മൊമെൻ്റ് ആണ്. ഇനി നമ്മളിവിടെ കണ്ടുപിടിക്കുമ്പോൾ ഈ സെൻട്രൽ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ ദ പ്രൊസീജിയർ ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് സെൻട്രൽ മൊമെൻറ്റ്സ് ഈസ് വെരി ഈസി പ്രൊവൈഡഡ് ദ വാല്യൂ ഓഫ് ദി ആക്ച്വൽ മീൻ ഈസ് ആൻ ഇൻറ്റഗർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഈ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അതായത് അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുമ്പോൾ അതൊരു ഹോൾ നമ്പർ ആണെങ്കിൽ, അതായത് ഇൻറ്റഗർ ആണെങ്കിൽ, ഇൻറ്റഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു മുഴുവൻ സംഖ്യ എന്നുള്ളതാണ്, ഒരു പൂർണ്ണസംഖ്യ അല്ലേ. അപ്പോൾ അത് ഒരു ഇൻറ്റഗർ ആണെങ്കിൽ, അതായത് ആക്ച്വൽ മീൻ എന്ന് പറയുന്നത് ഇൻറ്റഗർ ആണെങ്കിൽ, പൂർണ്ണസംഖ്യ ആണെങ്കിൽ, അതായത് നമുക്കിപ്പോൾ 3 എന്ന് പറഞ്ഞാൽ അതൊരു ഇൻറ്റഗർ ആണ് അല്ലേ. പക്ഷേ 3.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതൊരു ഡെസിമൽ നമ്പറാണ് അല്ലേ, ഡെസിമൽ ഫിഗറാണ്. അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായിട്ടുള്ളൊരു നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ 3 അല്ലെങ്കിൽ 4 അതുപോലുള്ള ഇൻറ്റഗേഴ്സ് ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. പക്ഷേ വെൻ ദി ആക്ച്വൽ മീൻ കംസ് ഔട്ട് ടു ബി എ ഡെസിമൽ ഫിഗർ, നമുക്ക് ഇതുപോലുള്ള ഒരു ഡെസിമൽ ഫിഗറാണ് നമുക്ക് അരിത്മാറ്റിക് മീൻ കിട്ടുന്നതെങ്കിൽ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാകും. അത്തരം കേസുകളിൽ മൊമെൻറ്റ്സ് ആർ കാൽക്കുലേറ്റഡ് അബൌട്ട് ആൻ ആർബിട്രറി വാല്യൂ. അപ്പോൾ നമ്മളിവിടെ മൊമെൻറ്റ്സ് അത്തരം കേസുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ആർബിട്രറി വാല്യൂവിനെ വെച്ചാണ്, അല്ലെങ്കിൽ ആക്ച്വൽ മീനെ ബേസ് ചെയ്തുകൊണ്ടല്ല, മറിച്ച് നമ്മൾ അസ്യൂംഡ് മീനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അസ്യൂംഡ് മീൻ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിലൊക്കെ നമുക്ക് അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിച്ചപ്പോൾ അസ്യൂംഡ് മീനെ ബേസ് ചെയ്തുകൊണ്ട് അരിത്തമാറ്റിക് മീൻ നമ്മൾ കണ്ടുപിടിക്കുമായിരുന്നു അല്ലേ. അതിൻ്റെ ഏകദേശം ഏറ്റവും സെൻട്രൽ ആയിരുന്നു വരുന്ന ഒരൈറ്റത്തെ നമ്മൾ മീനായിട്ട് അസ്യൂം ചെയ്തുകൊണ്ട് അത് മറ്റ് സംഖ്യകളുമായിട്ടുള്ള ഡിഫറൻസ് എടുത്ത് ഡീവിയേഷൻസ് എടുത്ത് നമ്മളതിൻ്റെ അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ അസ്യൂംഡ് മീൻ വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന മൊമെൻറ്റ്സിന് പറയുന്ന പേര് റോ മൊമെൻറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ റോ മൊമെൻറ്റ്സും ഉണ്ട്, സെൻട്രൽ മൊമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ റോ മൊമെൻറ്റ്സ് എന്താണ്? അസ്യൂംഡ് മീനെ ബേസ് ചെയ്തുകൊണ്ടാണ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, അതായത് എക്സ് ബാറിന് പകരം ഇവിടെ എന്തായിരിക്കും? എ എന്ന് വരും അല്ലേ, അസ്യൂംഡ് മീൻ എന്ന് വരും അല്ലേ. അസ്യൂംഡ് മീനെ ബേസ് ചെയ്താണ് നമ്മൾ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നതിൽ അത് റോ മൊമെൻറ്റ്സ് ആണ്. ഇനി മൊമെൻറ്റ്സ് അബൌട്ട് ആൻ ആർബിട്രറി വാല്യൂ റോ മൊമെൻറ്റ്സ് അല്ലേ, അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നു. ദീസ് ആർ കമ്പ്യൂട്ടഡ് ആസ് അരിത്തമാറ്റിക് മീൻ ഓഫ് സർട്ടൻ പവർ ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഐറ്റംസ് ഫ്രം ആൻ ആർബിട്രറി വാല്യൂ ഓർ അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മൊമെൻറ്റ്സിനെയാണ് നമ്മൾ മൊമെൻറ്റ്സ് അബൌട്ട് ആൻ ആർബിട്രറി വാല്യൂ അല്ലെങ്കിൽ റോ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് മൊമെൻറ്റ്സ് ആർ സിംബോളിക്കലി റെപ്രസെൻറ്റഡ് ആസ് ഫോളോസ്. അപ്പോൾ നമുക്ക് റോ മൊമെൻറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് ഇവിടെ μ1 ഡാഷ് എന്നാണ് പറയുന്നത് കേട്ടോ. μ1 ഡാഷ് നമ്മുടെ എഴുതി μ1, ഇത് ഫസ്റ്റ് ഓർഡർ ഓഫ് മൊമെൻ്റ് ആണല്ലേ. ഇത് നമ്മൾ സെൻട്രൽ മൊമെൻ്റ് ആണ്. സാധാരണ രീതിയിലുള്ള ആക്ച്വൽ മീനെ ബേസ് ചെയ്തുള്ള മൊമെൻ്റ് ആണെങ്കിൽ μ1 എന്ന് പറയും. പക്ഷേ നമ്മൾ റോ മൊമെൻറ്റ്സ് ആണെങ്കിൽ അതിന് μ1 ഡാഷ് അല്ലേ, മുകളിലൊരു ചെറിയ വര കൂടി ഉണ്ടാവും അല്ലേ. അപ്പോൾ μ1 ഡാഷ് എന്നാണ് ഇതിനെ പ്രൊണൗൺസ് ചെയ്യുന്നത്. ഈക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എ. കണ്ടോ, നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ തന്നെയാണ്, ഇതേ ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ എക്സ് ബാറിന് വരെ എന്തായിട്ട് മാറും? എ ആകുന്നു മാത്രം അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അസ്യൂംഡ് മീൻ ആകും അല്ലേ. അസ്യൂംഡ് മീൻ അത് മാത്രമേ അർത്ഥമുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ അസ്യൂമിന് മീൻ എന്നുള്ള ഡിഫറൻസ് ആണ് ഡി കണ്ടുപിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ, വ്യത്യാസമൊന്നുമില്ല. സെക്കൻഡ് റോ മൊമെൻറ്റ്സ് ആണെങ്കിൽ അത് μ2 ഡാഷിന് വരും. തേർഡ് റോ മൊമെൻറ്റ്സ് ആണെങ്കിൽ അത് μ3 ഡാഷിന് വരും. ഫോർത്ത് റോ മൊമെൻറ്റ്സ് ആണെങ്കിൽ അത് μ4 ഡാഷിന് വരും അല്ലേ. ഇക്വേഷനിൽ അതിനനുസരിച്ച് സ്ക്വയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യൂബ് ചെയ്യുന്നു, അല്ലെങ്കിൽ പവർ ഓഫ് 4 കണ്ടുപിടിക്കുന്നു, ആ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതിന് അസ്യൂംഡ് മീൻ എന്നുള്ള എ എന്നുള്ള ആ ഒരു വ്യത്യാസം എക്സ് ബാറിന് വരും. ഇവിടെ നമ്മൾ എ എന്ന് എഴുതും അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള റോ മൊമെൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതായത് ഇത് എബോവ് റോ മൊമെൻറ്റ്സ്, അതായത് അസ്യൂംഡ് മീനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മൊമെൻറ്റ്സ് ആണെങ്കിൽ ഇറ്റ് നീഡ്സ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ആക്ച്വൽ മൊമെൻറ്റ്സ്. അതിനെ പിന്നീട് നമ്മൾ ആക്ച്വൽ മൊമെൻറ്റ്സ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതായത് ആക്ച്വൽ മീനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു മൊമെൻറ്റുകളായിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യണം. അതിനെ സെൻട്രൽ മൊമെൻറ്റ്സ് എന്നാണ് പറയുക. ആക്ച്വൽ മീനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഇപ്പോൾ μ1, μ2, μ3, μ4 അതൊക്കെ എല്ലാം എന്താണ്? സെൻട്രൽ മൊമെൻറ്റ്സ് ആണ്. പക്ഷേ അസ്യൂംഡ് മീനെ ബേസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കുന്ന മൊമെൻറ്റ്സ് ആണെങ്കിൽ അതെല്ലാം എന്താണ്? μ1 ഡാഷ്, μ2 ഡാഷ്, μ3 ഡാഷ്, μ4 ഡാഷ് ആണല്ലേ. അതായത് റോ മൊമെൻറ്റ്സ് ആണ്. നോക്കുക, അബൌട്ട് ദ മീൻ ഈസ് ഇൻ ഓർഡർ ദാറ്റ് ദേ മേ ബി യൂസ്ഫുൾ ടു ഡിസ്ക്രൈബ് ദ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സിനെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് യൂസ്ഫുൾ ആക്കുന്നതിന് വേണ്ടി നമ്മൾ റോ മൊമെൻറ്റ്സിനെല്ലാം ആക്ച്വൽ മൊമെൻറ്റ്സുകളായിട്ട്, അതായത് സെൻട്രൽ മൊമെൻറ്റ്സുകളായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇനി എങ്ങനെയാണത് കൺവേർഷൻ നടത്തുക? കൺവേർഷന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കുക. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ μ1 മാറ്റാൻ വേണ്ടി, നമുക്ക് ആക്ച്വൽ മൊമെൻ്റ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് μ1 ഡാഷ് മൈനസ് μ1 ഡാഷ് ആണ്. μ1 ഡാഷിൽ നിന്ന് μ1 ഡാഷ് കുറച്ച് വെക്കുക അല്ലേ. അപ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞു, ദിസ് ഈസ് ഓൾവേസ് ബിക്കം 0 അല്ലേ, ബിക്കോസ് ദ ഫസ്റ്റ് സെൻട്രൽ മൊമെൻറ്റ് ഈസ് ഓൾവേസ് 0. നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് സെൻട്രൽ മൊമെൻറ്റ് അല്ലെങ്കിൽ μ1 എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും എന്നുള്ളത് നമ്മൾ മൊമെൻറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയിൽ കണ്ടതാണ്. രണ്ടാമത് μ2 ആക്കാൻ വേണ്ടി, അതായത് μ2 ഡാഷിനെ നമ്മൾ
നമുക്ക് μ2 ആക്കാൻ വേണ്ടി സെൻട്രൽ മൊമെൻ്റ് ആക്കാൻ വേണ്ടി μ2 ഡാഷ് മൈനസ് ഇവിടെ μ1 ഡാഷ് സ്ക്വയർ ആണ്. μ1 ഡാഷ് സ്ക്വയർ അത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. μ1 ഡാഷ് സ്ക്വയർ കണ്ടുപിടിക്കണം. എന്നിട്ടത് μ2 ഡാഷിൽ നിന്ന് കുറയ്ക്കണം. ദിസ് ഗീവ്സ് ദ വേരിയൻസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വേരിയൻസ് കിട്ടും, അല്ലെങ്കിൽ സ്പ്രെഡ് അല്ലേ, എത്രമാത്രം വ്യാപിച്ചിരിക്കുന്നു, സ്പ്രെഡ് ചെയ്തിരിക്കുന്നു, അതാണ് ഡിസ്പെർഷൻ സൂചിപ്പിക്കുക അല്ലേ. അപ്പോൾ ഡിസ്പെർഷനിലെ വേരിയൻസ് നമുക്ക് അതുവഴി കിട്ടും. ഇനി മൂന്നാമത് μ3യിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ μ3 ഡാഷിനെ μ3യിലേക്ക് മാറ്റാൻ വേണ്ടി μ3 ഡാഷ് മൈനസ് ഇവിടെ 3 μ2 ഡാഷ് ഇൻറ്റു μ1 ഡാഷ് പ്ലസ് 2 μ1 ഡാഷ് ക്യൂബ് അല്ലേ, അങ്ങനെയാണല്ലേ. അതായത് μ3 ഈക്വൽസ് ഇവിടെ μ3 എങ്ങനെയാണ്, ഇത് μ3 ഡാഷ് മൈനസ് 3 μ2 ഡാഷ് ഇൻറ്റു μ1 ഡാഷ്, അങ്ങനെയാണ് അത് പ്രൊണൗൺസ് ചെയ്യുക കേട്ടോ. 2 ടൈംസ് μ1 ഡാഷ്, 2 ടൈംസ് μ1 ഡാഷ് എന്ന് വെച്ചാൽ 2 ഇൻറ്റു μ1 ഡാഷ് ആണല്ലേ, ഡാഷ് ക്യൂബ്ഡ്, μ1 ഡാഷ് ക്യൂബ്ഡ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്ക്യൂനെസ് കണ്ടുപിടിക്കുക അല്ലേ. തേർഡ് ഓർഡർ ഓഫ് മൊമെൻറ്റ് നമ്മൾ സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെ μ1 ഡാഷിനെ μ3യിലേക്ക് മാറ്റാൻ വേണ്ടി അല്ലേ, μ3 ഡാഷിനെ നമ്മുടെ μ3യിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതും പഠിച്ചു വയ്ക്കുക കേട്ടോ. അല്പം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ എങ്ങനെയായാലും അത് എഴുതിയോ വായിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ ഇവിടെ μ4ലേക്ക് മാറ്റാൻ വേണ്ടി, μ4 ഡാഷിനെ μ4ലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളെങ്ങനെ ചെയ്യുക, μ4 ഡാഷ് മൈനസ് 4 ഇൻറ്റു അല്ലേ, 4 ഇൻറ്റു μ3 ഡാഷ് ഇൻറ്റു μ1 ഡാഷ് പ്ലസ് 6 μ2 ഡാഷ് ഇൻറ്റു, അല്ലെങ്കിൽ അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം ഇവിടെ μ1 ഡാഷ് സ്ക്വയർ അല്ലേ, മൈനസ് 3 ഇൻറ്റു μ1 ഡാഷ് 4 അല്ലേ, 4 എന്ന് വെച്ചാൽ ഇവിടെ പവർ ഓഫ് 4 അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ μ4ലേക്ക്, μ4നെ μ4 ഡാഷിനെ നമ്മൾ μ4ലേക്ക് മാറ്റുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണല്ലേ. അത് നമ്മൾ കർട്ടോസിസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണ്, വേർ മൊമെൻ്റ് അബൌട്ട് ആക്ച്വൽ മീൻ, നമ്മൾ ആക്ച്വൽ മീനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മൊമെൻ്റ് ആണെങ്കിൽ അതിനെ μ എന്ന് പറയും. μ ഡാഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആർബിട്രറി വാല്യൂ അല്ലെങ്കിൽ അസ്യൂംഡ് മീനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണല്ലേ. അപ്പോൾ ഇത് കമ്പ്യൂട്ടേഷൻ ഓഫ് സച്ച് മൊമെൻറ്റ്സ് ബിക്കം ഇൻഡിസ്പെൻസിബിൾ വെൻ ദ ആക്ച്വൽ മീൻ ഡസ് നോട്ട് കം ഔട്ട് വിത്ത് ഇൻറ്റഗർ. നമ്മൾ എപ്പോഴാണ് റോ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കേണ്ടി വരിക, നമ്മൾ ആക്ച്വൽ മീൻ എന്ന് പറയുന്നത് ഒരു ഹോൾ നമ്പർ അല്ല, അല്ലെങ്കിൽ ഇൻറ്റഗർ അല്ല, ഡെസിമൽ ഫിഗർ ആണെങ്കിലാണ് നമ്മൾ റോ മൊമെൻറ്റ്സ് ആദ്യം കണ്ടുപിടിക്കുകയും പിന്നീട് അതിനെ ആക്ച്വൽ മൊമെൻറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ സെൻട്രൽ മൊമെൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മൊമെൻറ്റ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. മൊമെൻറ്റ്സ് എന്താണ് നമ്മൾ പഠിച്ചു, മൊമെൻറ്റ്സിൻ്റെ ഉപയോഗങ്ങൾ പഠിച്ചു, ഒപ്പം തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് പഠിച്ചു. അതുകൂടാതെ നമ്മൾ മൊമെൻറ്റ്സ് അബൌട്ട് ദ മീൻ, സെൻട്രൽ മൊമെൻറ്റ്സ് ഏതൊക്കെയാണ്, μ1 μ2 μ3 μ4 കണ്ടുപിടിച്ചു, അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഒപ്പം തന്നെ നമ്മൾ റോ മൊമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കി, റോ മൊമെൻറ്റ്സിനെ നമ്മൾ എങ്ങനെയാണ് ഈ സെൻട്രൽ മൊമെൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമ്മളൊരു പ്രോബ്ലം പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കൃത്യമായിട്ട് 2-3 വട്ടം കേട്ട് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു.